നമസ്കാരം. എല്ലാ ഭക്തജനങ്ങൾക്കും ബാംഗ്ലൂർ മാധവാര ചക്കുളത്തമ്മ ദേവീ ക്ഷേത്ര സന്നിധിയിലെ പൊങ്കാല മഹോത്സവത്തിനോടനുബന്ധമായി ഞാനിവിടെ കുറച്ച് കാര്യങ്ങൾ അമ്മയുടെ ശക്തിവൈഭവത്തെക്കുറിച്ചും ക്ഷേത്ര അന്തരീക്ഷത്തെക്കുറിച്ചും നിങ്ങളോട് പറയുവാനായിട്ട് എത്തിയിരിക്കുകയാണ്. പ്രകൃതി ചൈതന്യങ്ങളിലെ ഏറ്റവും വൈശിഷ്ടമായിരിക്കുന്ന രണ്ട് ദേവതാ സ്വരൂപങ്ങളാണ്, ഒന്ന് വനദുർഗയും രണ്ട് ഭദ്രകാളിയും എന്ന് പറയുന്നു. പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന രണ്ട് ദേവതാ സ്വരൂപങ്ങളാണ്. പ്രപഞ്ചത്തിൻ്റെ ശക്തി മുഴുവൻ ആവാഹിച്ചെടുക്കാൻ സാധ്യമാകുന്ന ദേവതാ സ്വരൂപങ്ങളാണ് ഈ രണ്ട് ദേവതകൾ. വനദുർഗ എന്ന സങ്കല്പം തന്നെ പ്രകൃതിയോട് ഏറ്റവും ഇണങ്ങി നിൽക്കുന്നത് കൊണ്ട് തന്നെ അമ്മയുടെ ശ്രീകോവിലിന്, അമ്മയുടെ പ്രാസാദത്തിന് മേൽക്കൂരയില്ല. അമ്മയ്ക്ക് മഞ്ഞും മഴയും വെയിലും എല്ലാം തന്നെ കൊള്ളുന്ന ഒരു ശ്രീകോവിലാണ് അമ്മയ്ക്ക് ഉള്ളത്. അത്രയേറെ വൈശിഷ്ടമായിട്ടുള്ള ശക്തി സവിശേഷതയാണ് അമ്മയിൽ കുടികൊള്ളുന്നത്. ഇവിടെ വരുന്ന ഓരോ ഭക്തന്മാർക്കും പറയാനുണ്ടാവും 100 അനുഭവ കഥകൾ. ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന വഴിപാടാണ് അമ്മയ്ക്ക് ഒരു ഉരുളി പായസം എന്ന് പറയുന്നത്. ആഗ്രഹ സഫലീകരണത്തിനായിക്കൊണ്ട് അമ്മയുടെ മുന്നിൽ ഒരു ഉരുളി പായസ നൈവേദ്യം നടത്തി കഴിഞ്ഞാൽ ശീഘ്രം ഫലം സിദ്ധിക്കുമെന്നാണ് ഇവിടുത്തെ ഒരു ഭക്തജനങ്ങളുടെ മുഴുവനായിക്കൊണ്ടുള്ള ഒരു അനുഭവം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നാൾക്ക് നാൾ ആ ഒരു ഉരുളി പായസം നൈവേദ്യം നടത്തുന്നതിന് ഭക്തജനങ്ങളുടെ ആവശ്യവും എണ്ണവും കൂടിക്കൂടി വരികയാണ്. അതേപോലെ തന്നെയാണ് ഞായറാഴ്ച ദിവസങ്ങളിൽ ആഗ്രഹ സഫലീകരണത്തിനായിക്കൊണ്ടിട്ട് ഞായറാഴ്ച രാവിലെ നടത്തുന്ന കാര്യസിദ്ധി നെയ്വിളക്ക് എന്ന് പറയുന്നത്. ഇവിടെ ഈ വർഷത്തെ 2026 പൊങ്കാല മഹോത്സവം നടത്തപ്പെടുകയാണ്. മാർച്ച് 23 തിങ്കളാഴ്ച രാവിലെ 9 മണിക്കാണ് ആ മഹാനൈവേദ്യത്തിനായിക്കൊണ്ടുള്ള പൊങ്കാല കലത്തിലേക്ക് അഗ്നി പകരുന്നത്. നമുക്കറിയാം, ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ സ്ത്രീജനങ്ങൾ പങ്കെടുക്കുന്ന ഒരു ചടങ്ങ് എന്ന് പറയുന്നതാണ് പൊങ്കാല എന്ന് പറയുന്നത്. അത് നമുക്ക് കേരളീയർക്ക് സ്വന്തമാണ്. അതുപോലെ തന്നെ നമ്മുടെ ആറ്റുകാൽ അമ്മയുടെ സന്നിധിയിൽ നടക്കുന്നത് പോലെ തന്നെ വളരെയേറെ വൈശിഷ്ടമായിട്ടുള്ള പൊങ്കാല മഹോത്സവമാണ് ബാംഗ്ലൂരിലെ മാധവാര ചക്കുളത്തമ്മ ദേവീക്ഷേത്ര സന്നിധിയിലും നടത്തപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് നമുക്കറിയാം. സ്ത്രീജനങ്ങൾക്ക്, മഹിളകൾക്ക് അവരുടെ കൈകളാൽ നൈവേദ്യം അമ്മയ്ക്ക് അർപ്പിക്കാൻ കഴിയുന്ന ഒരു സുദിനമാണ്, ഒരു അസുലഭ മുഹൂർത്തമാണ് ഈ പൊങ്കാല ദിവസം എന്ന് പറയുന്നത്. അമ്മയുടെ മുന്നിൽ തിളച്ചുമറിയുന്ന ആ കലത്തിലെ, ആ പൊങ്കാല കലത്തിലെ മനസ്സുപോലെ തന്നെ മഹിളകളുടെ മനസ്സ് തിളച്ചുമറിയുകയാണ്. അവരുടെ ആഗ്രഹത്തിന് വേണ്ടിയും അവരുടെ ഇച്ഛാഭംഗങ്ങളും അവരുടെ എല്ലാ തരത്തിലുള്ള ദുരിതങ്ങളും ദുഃഖങ്ങളും അമ്മയോട് പറഞ്ഞ് ആ നൈവേദ്യം അമ്മയുടെ മുന്നിൽ വയ്ക്കുമ്പോൾ ആ നൈവേദ്യം അമ്മ നുകരുകയാണ്. അത് ഏറ്റവും പ്രത്യക്ഷത്തിൽ നമുക്ക് മനസ്സിലാക്കുവാനും സാധ്യമാവും. കാരണം അമ്മയെ സങ്കല്പിച്ച് നിങ്ങളൊരു നൈവേദ്യം അമ്മയുടെ മുന്നിൽ വെച്ച് കഴിഞ്ഞാൽ, അത് വീട്ടിലായാലും ക്ഷേത്രത്തിലായാലും വെച്ച് കഴിഞ്ഞാൽ ആ നൈവേദ്യത്തിൻ്റെ രുചി വ്യത്യാസം, രുചിഭേദം നമുക്ക് മനസ്സിലാവും. ആധുനിക ശാസ്ത്രം ഇത്രയും വളർന്നിട്ടും നമുക്കറിയാം, നമ്മളെല്ലാവരും പറയും രുചി അറിയുന്നത് നാവിൻ്റെ രസമുകുളങ്ങൾ കൊണ്ടാണ്, ടേസ്റ്റ് ബഡ്സ് കൊണ്ടാണെന്ന് പറയും, നമ്മളെല്ലാവരും പറയും. പക്ഷെ ഒരിക്കലും ശാസ്ത്രത്തിന് ഇതുവരെ കണ്ടെത്താൻ കഴിയാത്തൊരു കാര്യമാണ് രുചി. നമ്മുടെ തലച്ചോറിൻ്റെ ഏതു ഭാഗം കൊണ്ടാണ് അറിയാൻ പറ്റുന്നതെന്ന് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ആ രുചിയാണ് ഈശ്വര ചൈതന്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ രുചി നമ്മൾ 10 ലിറ്റർ പാൽപ്പായസമോ 10 ലിറ്റർ ശർക്കര പായസമോ അമ്മയുടെ മുന്നിൽ വെച്ച് കഴിഞ്ഞാൽ അമ്മ ഒരിക്കലും അതെടുത്ത് കഴിക്കുന്നില്ല. മറിച്ച് അതിൻ്റെ രുചിഭേദത്തിലൂടെയാണ് നമ്മൾ അറിയുന്നത് അമ്മ അത് രുചിച്ചു, അമ്മ അത് ഭക്ഷിച്ചു എന്ന് നമ്മൾ അറിയുന്നത്. അങ്ങനെ രുചിച്ച് കഴിയുമ്പോഴാണ് ആ രുചിഭേദം വരുന്നതും നമ്മൾക്കത് ആസ്വാദ്യകരമായിട്ട് തീരുന്നത്. അതുകൊണ്ട് തന്നെ പൊങ്കാല എന്ന് പറയുന്നതിന്, അല്ലെങ്കിൽ അമ്മയ്ക്ക് കൊടുക്കുന്ന നൈവേദ്യം എന്ന് പറയുന്നതിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ഞാൻ മുന്നേ പറഞ്ഞു, പ്രകൃതിയോട് ഏറ്റവും ഇണങ്ങി നിൽക്കുന്ന ഒരു ദേവതാ സ്വരൂപമാണ് വനദുർഗ എന്ന് പറയുന്നത്. ആ അമ്മയുടെ ചൈതന്യമാണ് ചക്കുളത്തമ്മയായിക്കൊണ്ടിട്ട് നമ്മുടെ മാധവാരയിൽ കുടികൊള്ളുന്നത്. ആ അമ്മയുടെ സന്നിധിയിൽ ഈ വരുന്ന 2026 പൊങ്കാല മഹോത്സവം മാർച്ച് 23 തിങ്കളാഴ്ചയാണ്. രാവിലെ 9 മണിക്കാണ്. എല്ലാ ഭക്തജനങ്ങളെയും നിറഞ്ഞ മനസ്സോടുകൂടി ക്ഷേത്രത്തിലെ മേൽശാന്തി എന്ന നിലയ്ക്കും നിങ്ങളുടെ എല്ലാം
അനുഗ്രഹവും ആശീർവാദവും എല്ലാ തരത്തിലുള്ള ഭക്തിയും ഇവിടെ നിറയ്ക്കുന്നതിന് വേണ്ടിയിട്ട്, നിങ്ങളുടെ ഓരോരുത്തരുടെയും സാന്നിധ്യം കൊണ്ടും നിങ്ങളിവിടെ നിറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഓരോ ഭക്തജനങ്ങളെയും സ്നേഹപൂർവ്വം അമ്മയുടെ നാമത്തിൽ ക്ഷേത്രസന്നിധിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. നന്ദി, നമസ്കാരം.